ദീപ്തമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി. അതെന്തൊരു പ്രത്യേക കെട്ടിപ്പടുത്തം. അത് അണ്ണാച്ചിയാണ്. സ്നേഹപ്രകടനം, സ്നേഹത്തിന്റെ ഉറവിടം. കുറച്ച് മേല കഴുത്ത്. ശരത് സർ, എന്തോ? എല്ലാരും ബ്ലാക്ക് ഇട്ടു, ശരത് സാറിന് ബ്ലാക്ക് ഇടായിരുന്നു. ഒരു മിനിറ്റ്. ബ്ലാക്ക് ഷർട്ട് ഇല്ല, കൊണ്ടുവന്നിട്ട് ഇത് ഊരിയാൻ കളയാന്നല്ലേ. ഉള്ളിൽ ബ്ലാക്കാ. മനസ്സ് വളരെ ബ്ലാക്ക് ആണ്. പാറു, അല്ല, ശരത് സാറിന്റെ ശബ്ദത്തിന് എന്താ പറ്റിയ? കുറച്ച് ബേസ് കൂടി. ഇന്നലെ എന്റെ ശബ്ദം അടഞ്ഞു. രാത്രി കിടന്നപ്പോ ശബ്ദമില്ല. ഇപ്പൊ രാവിലെ എണീച്ചപ്പോ ദാസേന്റെ ശബ്ദം. ഇന്ന് December 31 ആണ് guys. Oh my God. 2024 കഴിയുന്നു. നമ്മൾ 2025ലേക്ക് ഇപ്പോഴല്ല, കുറച്ചുകൂടെ. അയ്യോ, ശരത് സാർ ചാടിയില്ല. അല്ല, നമ്മളത് ശീലിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഒരു എനിക്ക് വേലി ചാടി ശീലമില്ല. അല്ല, എന്തായാലും ഷാനെ, എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ. മനസ്സിൽ നന്മ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ ഉണ്ടായിരുന്നു 2024? ഓക്കെ, നമ്മള് ഒരു വർഷം കഴിയുമ്പോഴാണ് അയ്യോ ഒറ്റ വർഷം ബെറ്റർ ആയിരുന്നല്ലേ ദൈവമേ. എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്മകൾ നിറയട്ടെ ലോകത്ത്. കാര്യം ഒരു സ്ഥലത്തും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമില്ല, പരസ്പര വിശ്വാസമില്ല, ഒന്നുമില്ല. എല്ലാം ഒരു പ്ലാസ്റ്റിക് ലെവലിൽ, കോൺക്രീറ്റ് ലെവലിലാണ് ബന്ധങ്ങളൊക്കെ. അതൊരു ബോറ് പരിപാടിയാണ്. ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം, ആർക്കും പ്രോബ്ലം ഇല്ലാത്ത സ്നേഹങ്ങൾ ഉണ്ടാകട്ടെ ലോകത്തുനിന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ മക്കളെ. ഷാനിക്ക, എങ്ങനെയുണ്ടായി 2024? എനിക്ക് 2024 ഭയങ്കര എന്താ പറയുക, ഒരു ലൈഫിൽ തന്നെ വലിയൊരു ചേഞ്ച് കൊണ്ടുവന്ന ഒരു വർഷമായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് കോൺസേർട്ട് നടന്നത് 2024 എൻ്റെ ഫസ്റ്റ് ലൈവ് 2025 Jan 25 എൻ്റെ കൊച്ചി കോൺസേർട്ട്. നമ്മളെല്ലാരും കാത്തിരുന്ന കൊച്ചിയിലെ ഷാനിക്കയുടെ കോൺസേർട്ട് വരാൻ പോവാണ്. നമ്മൾ പൊളിക്കും. ഹരിചേട്ടാ, നല്ലൊരു വർഷമായിരുന്നു 2024. ഇതുപോലെ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിലും ഉണ്ടായതായിരുന്നു. പുതിയ കുറേ ആർട്ടിസ്റ്റുകളുടെ വർക്ക് ചെയ്യാൻ പറ്റി. കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിന് അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ എന്താ പറയുക, താമസം ചെന്നൈയിലേക്ക് മാറി. അങ്ങനെ കുറെ മാറ്റങ്ങൾ ഉണ്ടായി. ഓഡിഷനിൽ പുറത്തായി ഷോയിൽ ജഡ്ജായി. ആദ്യമായിട്ട് റിയാലിറ്റി ഷോയിൽ ജഡ്ജായി. എനിക്കൊന്ന് 2024 ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതെ, അതൊരു വലിയൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു പാനൽ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് അതൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ 2024 ഒരുപാട് പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു വർഷമായിരുന്നു. ഇതുപോലെ തന്നെ, അല്ലെങ്കിൽ ഇതിലും ബെറ്റർ ആവട്ടെ അടുത്ത വർഷം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊക്കെ ആഗ്രഹിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. 2025 അടിപൊളിയാവട്ടെ എല്ലാവർക്കും. അല്ല ഹരി, നീ കുറെ ഉഗ്രം പാട്ടുകൾ പാടാൻ പറ്റരുത് നിനക്കൊന്ന്. ആത്മാർത്ഥമായ നല്ലൊരു പാട്ടുകാരനാണ്. ഇവരെത്രയും പാടിയാ പോരാ എന്ന് എനിക്ക് മനസ്സിലുണ്ട്. അപ്പൊ അതും നടക്കട്ടെ. 2025 തകർക്കും. അല്ലെ, എനിക്കൊരുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പാറു, 2025 തുടക്കത്തിൽ തന്നെ ജനുവരി മാസം തന്നെ നമ്മുടെ ലാലേട്ടന്റെ ഫിലിം, TK രാജകുമാർ സാറിന്റെ ഫിലിം നമ്മൾ തുടങ്ങുകയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനാണ്. അപ്പൊ അത് നല്ല കാര്യമാണ്. അപ്പൊ ഒരു മ്യൂസിക്കിന് പ്രാധാന്യമുള്ള ഫിലിമാണ്. അപ്പൊ ലാലേട്ടന് വേണ്ടി പാടാൻ വേണമെങ്കിൽ ഞാൻ സിനിമയ്ക്ക് ശേഷമാണോ നിങ്ങൾ ഒന്നിച്ചുള്ള കൂട്ടിയിട്ട്? അതെ, തച്ചോളി വർഗീസ് കഴിഞ്ഞിട്ട്. രണ്ട് പടവും വേറെ ലെവൽ. അപ്പൊ 3 പേർക്കും ഒരുപാട് സോങ്. എനിക്ക് 2024 നല്ല വർഷമായിരുന്നു. സൂപ്പർ സ്റ്റാർ ഈ വർഷമാണ്. നിങ്ങളെല്ലാരും എനിക്ക് കിട്ടിയത് ഈ വർഷമാണ്. അതിന്റെ ഒപ്പം ഏറ്റവും വലിയ സന്തോഷം ശരത് സാറിനെയൊക്കെ നമ്മൾ ഈ TV-യിൽ മാത്രമേ കണ്ടുള്ളൂ. സാറിന്റെ ഒക്കെ കൂടെ നിന്ന് ഇപ്പൊ ഈ ക്രിസ്മസിന്റെ ടൈമിൽ പോലും ശരത് സാർ കമ്പോസ് ചെയ്ത ആ പാട്ട് സാറിന്റെ അടുത്ത് നിന്ന് ഡാൻസ് കളിച്ച് എനിക്ക് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ ഈ എല്ലാ ഭാഗ്യങ്ങളും എനിക്കും 2024 ഉണ്ടായത്. അപ്പൊ ഞാനും ഹാപ്പിയാണ്. പാറുവിന് എല്ലാ ഐശ്വര്യം ഉണ്ടായിട്ട് പാറു. ചെയ്യുന്ന ഫിലിമും ഇനി ഇഷ്ടം പോലെ ഫിലിമൊക്കെ ചെയ്യുക, തകർക്ക. താങ്ക് യു. അതുകൊണ്ട് സിനിമയും 24 തുടങ്ങി. 2025 ഇവരൊന്നിച്ച പാട്ടുണ്ടാവും, ഞങ്ങൾ ഒന്നിച്ച പാട്ടുണ്ടാവും. വിനീതിന്റെ പടത്തിൽ അവൻ പാടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇനി അടുത്ത വർഷം അറിയാം അതിന്റെ വിശേഷങ്ങൾ.